ബീഹാറിൽ 10ാം വട്ടവും നിതീഷ് കുമാർ മന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെയും സാന്നിധ്യത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർ ഭരണം എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് വികസിത ബീഹാർ എന്ന മറുപടിയാണ് നിതീഷ് കുമാറിനും BJP നേതൃത്വത്തിനും പറയാനുള്ളത്. തുടരെ 10 വട്ടം ഒരേ മുഖ്യമന്ത്രി തന്നെ തുടരുന്നുവെങ്കിൽ, അതിനിടയിൽ ജിതിൻ മാഞ്ചി വന്നു പോയെങ്കിൽ പോലും തുടരെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ ബീഹാർ ജനത അത്രമാത്രം ഈ സർക്കാരിൻ്റെ തുടർച്ച ആഗ്രഹിക്കണം. ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ സ്ത്രീകൾക്ക് പറ്റാത്ത കാലത്ത് നിന്ന് വികസനത്തിൻ്റെ പാതയിലേക്ക് സംസ്ഥാനത്തെ കൈപിടിച്ചു നടത്തിയതിൻ്റെ നന്ദിയാണ് വോട്ടായി രേഖപ്പെടുത്തി വീണ്ടും ഇതേ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത്. സർക്കാരിൻ്റെ തുടർച്ച, വികസനമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുകയാണ്. മുസ്ലിം മെജോറിറ്റി ഉള്ള ഇടങ്ങളിൽ പോലും സീമാഞ്ചലിലടക്കം NDAയുടെ മുന്നേറ്റമാണ്, കുതിപ്പാണ് കണ്ടത്. അതിനർത്ഥം എല്ലാവരും ബീഹാറിൽ BJPയെ NDAയെ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ്. വീണ്ടും തത്സമയ ദൃശ്യങ്ങളിലേക്ക്. माननीय मंत्रीगण मनोनीत श्रीमती लेशी सिंह, श्री नितिन नवीन, श्री मदन सहनी, श्री रामकृपाल यादव, श्री संतोष कुमार सुमन, श्री सुनील कुमार से माननीय राज्यपाल के समक्ष पद एवं गोपनीयता का शपथ ग्रहण करने का अनुरोध करते हैं। मैं लेसी सिंह ईश्वर की शपथ लेती हूँ कि मैं भारत के संविधान के सच्चा निष्ठा रखूं, मैं भारत की प्रभुता और अखंडता, मैं बिहार सरकार के मंत्री के अपने कर्तव्यों का श्रद्धापूर्वक निर्वाह करूंगी तथा मैं भय या पक्षपात, अनुराग या द्वेष सभी प्रकार के लोगों संविधान और विधि के अनुसार न्याय करूंगी। के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा। मैं ईश्वर की शपथ लेती हूँ कि जो विषय बिहार राज्य के मंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा किसी मंत्री या व्यक्तियों के सिवाय जबकि ऐसे मंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो, मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूंगी।
സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ്. നിതീഷ് കുമാർ 10ാം വട്ടവും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരുടെ സാന്നിധ്യത്തിൽ. അല്പം മുമ്പ് ചിരാഗ് പാസ്വാൻ പ്രതികരിച്ചത്, എനിക്കേറ്റവും സന്തോഷമുള്ള ദിവസമാണിന്ന്. എൻ്റെ പാർട്ടിയിലെ 2 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു എന്നാണ്. ഏതായാലും വികസനത്തിൻ്റെ തുടർച്ചയാണ് ബീഹാറിൽ ഇത്തവണ ജനവിധിയായി വന്നത്. 243 സീറ്റുകളിൽ എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും മറികടന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് 160-180 സീറ്റുകൾ എന്നായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഡബിൾ സെഞ്ചുറിയും പിന്നിട്ട് 202 സീറ്റുകളാണ് BJP NDA സഖ്യം അവിടെ നേടിയത്. തെരഞ്ഞെടുപ്പിന് മുന്നേ വാക്ക് നൽകിയിരുന്നു പ്രധാനമന്ത്രി നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന്. ഒറ്റക്കക്ഷിയായിട്ടും BJP അത് പാലിച്ചു. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതിൻ്റെ പേരിൽ പറഞ്ഞ വാക്കുമാറ്റാത്ത രാഷ്ട്രീയ മര്യാദ BJP കാണിച്ചു എന്ന് വ്യക്തമാണ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, പറയൂ. ആദ്യം നിതീഷ് കുമാർ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പിന്നീട് സാമ്രാജ് ചൗധരിയും വിജയകുമാർ സിൻഹയും വിജയകുമാർ ചൗധരിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൂടാതെ മംഗൾ പാണ്ഡെ, നീരജ് സിംഗ്, നിതീഷ് മിശ്ര, നിതിൻ നബീൻ, അതേപോലെ തന്നെ സന്തോഷ് സുമൻ, വിജയ് കുമാർ മണ്ഡൽ, അതേപോലെ തന്നെ സുമിത് സിംഗ്, രേണു ദേവി, ജീവേഷ് മിശ്ര, ദിലീപ് ജയ്സ്വാൾ എന്നിവർ ഇതിനോടകം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇതുമായി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇത് വീക്ഷിക്കുവാൻ വേണ്ടി വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട്. അതേപോലെ തന്നെ NDAയുടെ മറ്റ് നേതാക്കളുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ട്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉണ്ട്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ഉണ്ട്, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉണ്ട്, അതേപോലെ തന്നെ ഏക്നാഥ് ഷിൻഡെ ഉണ്ട്, അജിത് പവാർ ഉണ്ട് തുടങ്ങിയ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ വേദി. അതായത് നന്ദൻ, NDAയുടെ ഐക്യപ്പെടലിന്റെ മറ്റൊരു കാഴ്ച, അതായത് എത്ര സുന്ദരമായ ഒരു കാഴ്ചയായി ആ സഖ്യം മുന്നേറുന്നു എന്നതിന്റെ മറ്റൊരു തെളിവായി ബീഹാറിലെ സത്യപ്രതിജ്ഞാ വേദി മാറുന്നു. തീർച്ചയായിട്ടും, അതായത് NDAയുടെ ഐക്യവും ഒത്തൊരുമയും ഒക്കെ തന്നെ വിളിച്ചോതുന്ന തരത്തിലാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. നമുക്കറിയാം, സീറ്റ് വിഭജനം മുതൽ കൃത്യമായി തന്നെയുള്ള ഒരു ആരോഗ്യപരമായ ഒരു ചർച്ചയായിരുന്നു NDAക്കുള്ളിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷം തമ്മിൽ അടിക്കുമ്പോൾ, അല്ലെങ്കിൽ സീറ്റ് വിഭജനവും സീറ്റ് തർക്കവും തമ്മിൽ പ്രതിപക്ഷം തമ്മിൽ തല്ലുമ്പോൾ ഇവിടെ കൃത്യമായ രീതിയിൽ ആരോഗ്യപരമായ ചർച്ചയിലൂടെ സീറ്റ് വിഭജനം മുതൽ തന്നെ ആരംഭിച്ചതാണ് അത്തരം ചർച്ചകൾ. ഇപ്പോൾ മന്ത്രിസഭാ രൂപീകരണത്തിലും ആ ഐക്യം പ്രകടമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇതിനോടകം തന്നെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അതേപോലെ തന്നെ സാമ്രാജ് ചൗധരി, വിജയകുമാർ സിൻഹ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരാകും. മംഗൾ പാണ്ഡെ, നിതിൻ നബീൻ, അതേപോലെ തന്നെ രേണു ദേവി, ഒപ്പം തന്നെ മനോജ് ലാൽ പ്രസാദ്, ജിവേഷ് കുമാർ എന്നിവർ ഇതിനോടകം സത്യപ്രതിജ്ഞ ചെയ്തു. ഇനിയും മന്ത്രിമാരായ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുകയാണ്. ഒരു വനിത അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ, രേണു ദേവി അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്നത്. വകുപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള ചില ധാരണകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മംഗൾ പാണ്ഡെ ആരോഗ്യവും കൃഷിയും കൈകാര്യം ചെയ്യും. നിരാജ് സിംഗ് പൊതുജനാരോഗ്യം എഞ്ചിനീയറിംഗ് വകുപ്പ്, നിതീഷ് മിശ്ര വ്യവസായവും വിനോദസഞ്ചാരവും കൈകാര്യം ചെയ്യും. അതേപോലെ തന്നെ നിതിൻ നബീൻ നഗരവികസനം, ഹൗസിംഗ് വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യും. സന്തോഷ് കുമാർ വിവരസാങ്കേതിക വകുപ്പ് മന്ത്രിയാകും. അതേപോലെ തന്നെ വിജയ് കുമാർ മണ്ഡൽ ദുരന്ത നിവാരണ വകുപ്പ് കൈകാര്യം ചെയ്യും. സുമിത് സിംഗ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് കൈകാര്യം ചെയ്യും. രേണു ദേവി, മന്ത്രിസഭയിലെ വനിതാ അംഗം രേണു ദേവി മൃഗസംരക്ഷണ വകുപ്പ്, മത്സ്യവിഭവ വകുപ്പ് എന്നിവയായിരിക്കും കൈകാര്യം ചെയ്യുക. വിജയ് സിൻഹ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യും. ജീവേഷ് മിശ്ര നഗരവികസനവും ഹൗസിംഗ് വകുപ്പുമായിരിക്കും കൈകാര്യം ചെയ്യുക. അതേപോലെ തന്നെ ദിലീപ് ജയ്സ്വാൾ നിയമവകുപ്പും കൈകാര്യം ചെയ്യും. ഇത്തരം സൂചനകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. കൂടുതൽ മന്ത്രിസഭ വിപുലീകരണം അടക്കം ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും കൃഷ്ണ സൂചിപ്പിച്ച പോലെ തന്നെ NDAയുടെ ഐക്യം അത് കൃത്യമായി തന്നെ പ്രകടമാകുകയാണ് ഈ വേദിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം സന്നിഹിതരായ വേദി വീക്ഷിക്കുവാൻ വേണ്ടി, ചടങ്ങ് വീക്ഷിക്കുവാൻ വേണ്ടി
ഈ ഗാന്ധി മൈതാനിയിൽ ഏതാണ്ട് 2 ലക്ഷത്തിലധികം ആൾക്കാരാണ് പങ്കെടുത്തിരിക്കുന്നത്. ആഘോഷമാക്കുകയാണ് ബീഹാർ ജനത NDAയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ചരിത്രം കുറിച്ചിരിക്കുകയാണ് നിതീഷ് കുമാർ. 10ാം തവണ ഇപ്പോൾ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. വലിയ വിജയം, ഏതാണ്ട് പ്രതിപക്ഷത്തെ ഒക്കെ തന്നെ നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള വിജയമാണ് NDA അവിടെ കരസ്ഥമാക്കിയത്. 243 മണ്ഡലങ്ങളിൽ മത്സരം നടന്നപ്പോൾ 202 ഇടങ്ങളിൽ കൃത്യമായ മേൽക്കൈ നേടിക്കൊണ്ട് മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം BJP നേടിയിരിക്കുന്നു. ഓരോ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ പ്രധാനമന്ത്രിയെ എടുത്തും അതേപോലെ തന്നെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ അടുത്തും എത്തി ആശീർവാദം വാങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിന്റെ മുൻ ഗവർണറും നിലവിൽ ബീഹാർ ഗവർണറുമായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഓരോരുത്തരായും എത്തി സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പങ്കെടുക്കുന്നു, സത്യപ്രതിജ്ഞ ചൊല്ലുന്നു. അതിനുശേഷം അവർ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക കൃത്യനിർവഹണത്തിലേക്ക് കടക്കുന്ന കാഴ്ചകളാണ് നമുക്കിപ്പോൾ ഗാന്ധി മൈതാനിയിൽ നിന്നും, പട്നയിലെ ഗാന്ധി മൈതാനിയിൽ നിന്നും കാണാൻ കഴിയുന്നത്. ചരിത്രം കുറിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ബീഹാറിലെത്തിക്കുവാൻ കഴിഞ്ഞ NDA സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയമായി കണക്കാക്കേണ്ടിയിരിക്കുന്നത്. ഒരു കാലത്ത് ജംഗിൾ രാജ് ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ വികസനത്തിന്റെ തേരോട്ടം കാണാൻ കഴിയുന്നു. നമ്മൾ ബീഹാർ സന്ദർശിച്ചപ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. പാലങ്ങൾ, റോഡുകൾ, അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയിലൊക്കെ തന്നെ വലിയ വിപ്ലവകരമായ വികസനം കൊണ്ടുവരുവാൻ വേണ്ടി നിതീഷ് കുമാർ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. വലിയ വികസനത്തിനൊപ്പം തന്നെ വലിയ വ്യവസായങ്ങൾ ബീഹാറിലേക്ക് എത്തുന്നു. ഒരു കാലത്ത് ഒരു കാറിന്റെ ഷോറൂം പോലും ബീഹാറിലെ പട്നയിൽ, തലസ്ഥാന നഗരിയിൽ പോലും തുറക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. RJDയുടെ ഗുണ്ടകൾ അവിടെ എത്തി ആ കാറ് കൊള്ളയടിക്കുകയും ആ ഷോറൂം തല്ലി തകർക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളായിരുന്നു. ഒരു വ്യവസായികൾക്കും ബീഹാറിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. സ്ത്രീകൾക്ക് പകൽ സമയങ്ങളിൽ പോലും ഇറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഒരു കാലഘട്ടത്തിൽ RJD കോൺഗ്രസ് ഭരണകാലത്ത് ബീഹാറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അവസരം മാറിയിരിക്കുന്നു. കാഴ്ച മറ്റൊന്നായിരിക്കുന്നു. പാതിരാത്രിയിൽ പോലും സ്ത്രീകൾക്ക് സ്വതന്ത്രമായും ഭയമില്ലാതെ ഏത് നഗരത്തിലൂടെയും ഗ്രാമത്തിലൂടെയും നടക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം അത് ഉണ്ടാക്കിയെടുത്തത് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അതിന് ആർജവം നൽകിയത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ബീഹാർ ജനത യാതൊരുവിധ സങ്കോചവുമില്ലാതെ തന്നെ ബീഹാർ ജനത NDAക്ക് വീണ്ടും തുടർഭരണം നൽകിയത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഗാന്ധി മൈതാനിയിൽ പുരോഗമിക്കുകയാണ്. കൃഷ്ണരാജ്.